നിങ്ങൾ ആരെങ്കിലും തേങ്ങ അരച്ച മുട്ടക്കറി വെച്ചിട്ടുണ്ടോ? ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന തേങ്ങ അരച്ച മുട്ടക്കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മുട്ട ഗ്ലാസ്സിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി 1-2 മുട്ടയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങയും കൊച്ചുള്ളിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ച് മാറ്റി വെക്കാം. പിന്നെ ഒരു പാത്രം എടുത്ത് എണ്ണ ഒഴിച്ച് കടുക് ഒന്ന് താളിച്ചെടുക്കാം. അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് അങ്ങോട്ട് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് ഇതിനകത്തോട്ട് നമ്മൾ മുട്ട പൊട്ടിച്ചത് ഒഴിക്കാം. പിന്നെ വീണ്ടും 1-2 മുട്ട നമുക്ക് ആവശ്യത്തിന് മുട്ട എടുക്കാം. അങ്ങനെ തിളപ്പിച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയായ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ നിങ്ങളും. നിങ്ങൾ ആരെങ്കിലും തേങ്ങ അരച്ച മുട്ടക്കറി വെച്ചിട്ടുണ്ടോ? ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന തേങ്ങ അരച്ച മുട്ടക്കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മുട്ട ഗ്ലാസ്സിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി 1-2 മുട്ടയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങയും കൊച്ചുള്ളിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ച് മാറ്റി വെക്കാം. പിന്നെ ഒരു പാത്രം എടുത്ത് എണ്ണ ഒഴിച്ച് കടുക് ഒന്ന് താളിച്ചെടുക്കാം. അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് അങ്ങോട്ട് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് ഇതിനകത്തോട്ട് നമ്മൾ മുട്ട പൊട്ടിച്ചത് ഒഴിക്കാം. പിന്നെ വീണ്ടും 1-2 മുട്ട നമുക്ക് ആവശ്യത്തിന് മുട്ട എടുക്കാം. അങ്ങനെ തിളപ്പിച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയായ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ നിങ്ങളും.